കോഴിക്കോട് നഗരമധ്യത്തിലെ വസ്ത്രശാലയായ ജയലക്ഷ്മി സിൽക്സിൽ വൻ തീപിടുത്തം. വൈകിട്ട് 6 മണിയോടെ ഷോറൂമിന്റെ മുകൾ നിലയിലെ ഗോഡൌണിൽ നിന്നുമാണ് തീ പടർന്നത്. അഗ്നിരക്ഷാ സേനയുടെ യൂണിറ്റുകൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ജീവനക്കാരെയും ഉപഭോക്താക്കളെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ഷോപ്പിലെ വസ്ത്രങ്ങളും ഫർണിച്ചറുകളും കത്തി നശിച്ചു. വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് ഉടമ അറിയിച്ചു. തീ നിയന്ത്രണ വിധേയമായി. 2023-ലും ഇതേ വസ്ത്രശാലയിൽ സമാനമായ രീതിയിൽ വലിയ തീപിടുത്തം ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുകയാണ്. ഷഹദ്, വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. മണിക്കൂറുകൾ നീണ്ട ഫയർഫോഴ്സിന്റെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. ആ ബിൽഡിംഗ് ഒന്നാകെ കത്തി അമർന്നത് നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങൾ തത്സമയം. ഇപ്പോൾ ഏത് തരത്തിൽ എത്ര വലിയ നാശനഷ്ടം ഉണ്ടായി എന്ന് പ്രാഥമികമായെങ്കിലും വിലയിരുത്താൻ കഴിയുന്നുണ്ടോ? എങ്ങനെ തീപിടുത്തം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഷഹദ്? വൈകിട്ട് ഏകദേശം ഒരു 5:55 കൂടിയിട്ടാണ് നമ്മൾ നിൽക്കുന്ന ഈ ജയലക്ഷ്മി സിൽക്സിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും. കാരണം പുറത്തുനിന്നുള്ള തീ പൂർണ്ണമായിട്ടും അണച്ചിട്ടുണ്ട്. പക്ഷേ ഉള്ളിൽ ഇപ്പോഴും ചെറിയ രീതിയിലെങ്കിലും തീ ആളിക്കത്തുന്നുണ്ട്. അത് കെടുത്തുവാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമമാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഏകദേശം 4-ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇപ്പോഴും ഇവിടെ നിലകൊള്ളുന്നത്. മാത്രമല്ല നമ്മൾ കണ്ടതാണ്, നേരത്തെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് തീപിടുത്തം ഉണ്ടായ സമയത്ത് നമ്മൾ കണ്ടതാണ്. അതായത് ആദ്യ ഒരു ഘട്ടത്തിൽ തീ അണച്ചാലും പിന്നീട് പല ഇടങ്ങളിൽ നിന്നായി വീണ്ടും തീ ആളിക്കത്തുന്ന ഒരു സ്ഥിതി നമ്മൾ എല്ലാവരും കണ്ടതാണ്. സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ ജയലക്ഷ്മി സിൽക്സിലും തീപിടുത്തം ഉണ്ടായപ്പോൾ സംഭവിക്കുന്നത്. കാരണം പുറത്ത് ഇപ്പോൾ കാര്യമായിട്ട് തീ കാണാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കാരണം ഉള്ളിൽ വലിയ രീതിയിൽ തീ ആളിക്കത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കട അറിയാവുന്ന ആളുകൾക്കറിയാം. കാരണം ഈ വലിയ വീതിയും വിസ്താരവുമുള്ള കടയാണ്. അതുകൊണ്ട് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരിടത്തേക്ക് തീ എത്തുമ്പോൾ തന്നെ കുറച്ചധികം സമയമെടുക്കും. അത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇപ്പോഴും ഈ ഉള്ളിൽ വലിയ രീതിയിൽ തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഭാഗികമായിട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ തീ നിയന്ത്രണ വിധേയമായി എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും. ഉള്ളിൽ കുറച്ചിടങ്ങളിൽ ഇപ്പോൾ തീ കത്തുന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഇടങ്ങളിലും, അതായത് പുറത്തേക്ക് വരുന്ന എല്ലാ ഇടങ്ങളിലും തീ അണച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ ഈ കെട്ടിടത്തിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് തീ കത്തുന്നത് പരമാവധി ഒഴിവാക്കാൻ തുടക്കം മുതൽ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഫയർഫോഴ്സിൽ കൂടുതൽ എഞ്ചിനുകളിൽ വെള്ളം നിറച്ച് വീണ്ടും ഉള്ളിലേക്ക് ഇത്തരത്തിൽ ഈ വെള്ളം അടിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം ഇപ്പോഴും ഉള്ളിൽ തീ കത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും ഈ വെള്ളം ഉപയോഗിച്ച് തീ അണയ്ക്കാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമം നടത്തുന്നത്. അല്പസമയം മുൻപ് നമുക്ക് ഈ തീപിടുത്തത്തിന്റെ തുടക്കഘട്ടത്തിലുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ദൃശ്യത്തിൽ 2ാമത്തെ നിലയിൽ നിന്ന് 3ാമത്തെ നിലയിലേക്കും 4ാമത്തെ നിലയിലേക്കും തീ ആളിപ്പടരുന്ന ദൃശ്യങ്ങളാണ് അതിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഇതിനു മുൻപും ഇവിടെ തീപിടുത്തം ഉണ്ടായ ഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അന്നും ഇതേ ഭാഗത്ത് തന്നെ, പ്രത്യേകിച്ച് ഇതിന്റെ മധ്യഭാഗത്തായിരുന്നു തീപിടുത്തം ഉണ്ടായിരുന്നത്. അന്ന് പക്ഷേ ഇത്ര വലിയ രീതിയിൽ തീപിടുത്തം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കില്ല. പക്ഷെ അതേ സമയത്ത് ചെറിയ രീതിയിലെങ്കിലും അന്ന് തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണയാണ് ഇത്ര വലിയ രീതിയിൽ, അതായത് ഈ കടയിലെ മുഴുവൻ സാധനങ്ങളും ഇത്തരത്തിൽ ഈ കത്തിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഉള്ളിലുള്ള തീ അണയ്ക്കാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷഹദ് റഹ്മാൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വലിയ തീപിടുത്തമാണ് ഉണ്ടായത്.